സുതാര്യതയും കഴിവും മാനദണ്ഡമാക്കിയാണ് BCCI ഇടക്കാല ഭരണസമിതിയെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ രാഷ്ട്രീയക്കാരുടെ കണ്ണിലെ കരടായ മുൻ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിനോദ് റായിയാണ് ചെയർമാൻ. 4-അംഗ സമിതിയിൽ ചരിത്രകാരനും ക്രിക്കറ്റ് ഗവേഷകനുമായ രാമചന്ദ്ര ഗുഹ, IDFC ചെയർമാൻ വിക്രം ലിമായെ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ ഡയാന എഡുൾജി എന്നിവരാണ് അംഗങ്ങൾ. BCCI നിർദ്ദേശിച്ച പേരുകൾ കോടതി നേരത്തെ തള്ളിയിരുന്നു. BCCIയുമായോ ഏതെങ്കിലും സംസ്ഥാന അസോസിയേഷനുകളുമായോ ബന്ധമുള്ളവർ സമിതിയിലില്ല. BCCI ജോയിന്റ് സെക്രട്ടറി അമിതാഭ് ചൗധരിയും വിക്രം ലിമായയും ICC പ്രതിനിധികളാകും. സമിതിയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധി വേണമെന്ന അറ്റോർണി ജനറലിന്റെ ആവശ്യം ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് തള്ളി. കേന്ദ്ര കായിക വകുപ്പ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ലോധ സമിതിയുടെ ശുപാർശയിലും ജനുവരി 2-ന് പുറപ്പെടുവിച്ച വിധിയിലും BCCIയിൽ സർക്കാർ പ്രതിനിധി പാടില്ലെന്ന് വ്യക്തമാക്കിയിരുന്നതായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ക്രിക്കറ്റ് ഭരണപരിഷ്കാരത്തിനായി ലോധ സമിതി മുന്നോട്ട് വച്ച 16 ശുപാർശകളിൽ ഏതൊക്കെ BCCI നടപ്പാക്കിയെന്ന് സമിതി പരിശോധിക്കും. ഇക്കാര്യത്തിൽ കോടതിക്ക് വിശദമായ റിപ്പോർട്ട് നൽകും. ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന അസോസിയേഷനുകളിലെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലും സമിതി മേൽനോട്ടം വഹിക്കും. കേസ് മാർച്ച് 27-ന് വീണ്ടും പരിഗണിക്കും. മുൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകാതെയുള്ള ഇടക്കാല സമിതി രൂപീകരണത്തിലൂടെ ക്രിക്കറ്റ് ഭരണപരിഷ്കാര രംഗത്ത് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് സുപ്രീം കോടതി. രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.